ഞാൻ ശ്രീകുമാർ, ഇതെൻ്റെ മകൻ ശ്രീജിത്ത്. അപ്പോൾ ഞങ്ങളൊരു വണ്ടി എന്ന് പറഞ്ഞ് ആദ്യം നോക്കിയപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് എടുക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ IMT എന്നുള്ളത് അന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി നോക്കി നോക്കി വന്നപ്പോഴാണ് ഞങ്ങൾ കിയയിലേക്ക് വന്നത്. നോക്കിയപ്പോൾ IMT എന്നൊരു ഓപ്ഷൻ കണ്ടപ്പോൾ വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റായിട്ട് തോന്നി. കാരണം നമുക്ക് ഗിയർ മാറണമെങ്കിൽ മാറാം, എന്നാൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളില്ല. ഇപ്പോൾ നമ്മൾ ഹൈ റേഞ്ചിൽ പോകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂന്നാർ പോയപ്പോഴേക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. ഇപ്പോൾ ഞങ്ങളുടെ വേറെ വണ്ടിയും കൂടി ഉണ്ട്, ഹോണ്ട സിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഭയങ്കരമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഹൈ റേഞ്ചിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ കിടക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റ്സ് വരാം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ വിചാരിച്ച ലാഗ്, ഇപ്പോൾ അച്ഛൻ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനെ ഓടിക്കുമ്പോൾ അച്ഛനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഗിയറുള്ള വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇടത്ത് കാലിന് ഭയങ്കര സ്ട്രെയിനാണ്, ഈ കയറ്റം കയറുമ്പോഴും അതേമാതിരി ട്രാഫിക് ജാമിൻ്റെ ഇടയിൽ പെടുമ്പോഴൊക്കെ. ഇപ്പോൾ IMT എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നതോട് കൂടിയിട്ട് അത് വളരെയധികം നമുക്ക് ബെനിഫിഷ്യലായി. 100% ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് IMT എടുത്തതിൽ. അത് ഓട്ടോമാറ്റിക് എടുത്താൽ പോലും മേ ബി ഇത്രയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല.